സുഖമല്ലേ? ഇന്ന് നമ്മൾ കിണ്ണത്തപ്പാണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പാണ് ഇന്ന് റെഡിയാക്കാൻ പോണത്. 1 കപ്പ് ഫൈൻ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കില്ലേ ആ അരിപ്പൊടി കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് മധുരമാണ്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂട്ടിക്കോളൂ കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഇതിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ജീരകം ആഡ് ചെയ്യാം. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. ഈ മുട്ട ചേർക്കുമ്പോഴാണ് കേട്ടോ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. ഈ മിക്സ് നമ്മൾ അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ അളവ് ഓരോരുത്തരുടെ അരിപ്പൊടിയുടെ അനുസരിച്ച് ഇരിക്കും കേട്ടോ. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ എപ്പോഴും നല്ല ലൂസായിരിക്കണം. ഇത് കുറച്ച് തിക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി നാളികേരപ്പാൽ ആഡ് ചെയ്യാം. 1/2 കപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നാളികേരപ്പാൽ ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ ബാറ്റർ അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ പാകത്തിന് വേണം കേട്ടോ. നല്ല ലൂസായിട്ട് വേണം ബാറ്റർ. കണ്ടില്ലേ, എനിക്കിപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടി വന്നേക്കണത്. ഇത് ഞാൻ എടുത്തേക്കണ അരിപ്പൊടിയുടെ കണക്കാണ് കേട്ടോ. പറഞ്ഞാൽ ചിലവർക്ക് അത് കുറച്ച് കൂടും, ചിലവർക്ക് കുറയും. അപ്പോൾ ബാറ്റർ ഈ പാകത്തിന് വേണം. അതനുസരിച്ച് നിങ്ങൾ തേങ്ങാപ്പാൽ എടുത്തോളും. ഈ ബാറ്റർ നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായി. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കട്ടി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. കട്ടിയൊന്നും ഇല്ല കേട്ടോ, കറക്റ്റ് പാകമാണ്. നല്ല ലൂസായിട്ടാണ് മാവ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ ഒരു പ്ലേറ്റിലാണ് വേവിക്കുന്നത്. അതിൽ നെയ്യൊക്കെ പറ്റി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. വേവിക്കാനുള്ള പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മാവ് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക കേട്ടോ. 2 അപ്പായിട്ടാണ് വേവിച്ചെടുക്കാൻ പോണത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ജീരകം വെച്ച് കൊടുക്കാം. കറുത്ത എള്ള് വെക്കുന്നുണ്ട്. ആവി വെള്ളം വീഴാണ്ടിരിക്കാൻ ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം ഇഡ്ഡലി തട്ടിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. 15 മിനിറ്റ് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പം വേവിക്കാൻ വെച്ചിട്ട് 15 മിനിറ്റായി. നമുക്ക് തുറക്കാം. വെന്തുണ്ടോ നോക്കാം. വെന്തുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കിണ്ണത്തപ്പം തണുത്തുണ്ട്. നമുക്ക് പ്ലേറ്റിൽ നിന്ന് മാറ്റാം. കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പ്ലേറ്റിൽ നിന്ന് മാറ്റണത്. നമ്മൾ ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര കനത്തിലാണ് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കിയേക്കണേ. വേറൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. 2 ട്രിപ്പും കിണ്ണത്തപ്പം ഞാൻ റെഡിയാക്കി എടുത്തു. എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇത്ര കനത്തിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.